കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ പകൽക്കാലം ഒരു കൂടി സത്യദൈവത്തെ ആരാധിപ്പാൻ ഹല്ലേലൂയ സ്വർഗ്ഗത്തിലെ പിതാവായവൻ നമ്മളെ ക്രിസ്തയേശുവിൽ ഒരുക്കിയത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ കഴിഞ്ഞ ചില നാളുകളായി ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഹല്ലേലൂയ സ്തോത്രം. ഈ ആഴ്ചയിൽ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഹല്ലേലൂയ സ്തോത്രം അനേകർക്ക് ഇല്ലാതെ പോകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം പരിജ്ഞാനം ലഭിച്ചിരിക്കുന്നതായ പത്രോസും പൗലോസും ഹല്ലേലൂയ സ്തോത്രം മുതലായ അപ്പോസ്തലന്മാരൊക്കെ നമുക്ക് ഹല്ലേലൂയ സ്തോത്രം ലേഖനത്താലും ഹല്ലേലൂയ സ്തോത്രം നമ്മളെ ഹല്ലേലൂയ പഠിപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം. ഹല്ലേലൂയ സ്തോത്രം അത് പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്. അത് ഞാൻ എൻ്റെ സ്വയത്തിൽ എഴുതിയതാണോ? അല്ല, അവൻ എങ്ങനെയാണ് അത് എഴുതിയത്? പൗലോസ് ഈ വചനമൊക്കെ എഴുതിയത് എങ്ങനെയാണ്? ആത്മനിയോഗത്താൽ എന്ത് ചെയ്തിരിക്കുക? ഹല്ലേലൂയ സ്തോത്രം എഴുതിയിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം നമുക്ക് ഇന്ന് അല്പസമയ ചിന്തയ്ക്ക് വേണ്ടി ഹല്ലേലൂയ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം ഹല്ലേലൂയ സ്തോത്രം അതിൻ്റെ 4-ാം അധ്യായം 1-2 വാക്യങ്ങളൊന്ന് വായിച്ചാൽ. അതുകൊണ്ട് പൗലോസ് പറയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ എന്ത് ചെയ്യരുത്? കൂട്ടിച്ചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ഞാൻ എന്ത് ചെയ്യാം? സകല മനുഷ്യരുടെ മനസാക്ഷിയിൽ ഞങ്ങളെ തന്നെ എന്ത് ചെയ്തിരിക്കുക? ഹല്ലേലൂയ സ്തോത്രം ബോധ്യപ്പെടുത്തിയിരിക്കുക, അല്ലെങ്കിൽ വെളിപ്പെടുത്തിയിരിക്കുക. ഹല്ലേലൂയ സ്തോത്രം വചനത്തെ എന്ത് ചെയ്യാറ്? കൂട്ടുന്നില്ല, കുറയ്ക്കുന്നില്ല, യഥാർത്ഥമായിട്ട് എന്ത് ചെയ്താണ്? പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ പൗലോസ് പറയുന്നുണ്ട് ഒരിടത്ത്, ഹല്ലേലൂയ സ്തോത്രം ഇങ്ങനെ പറയാം, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ അനുകാരിയാകാൻ പറഞ്ഞിട്ട് അവൻ്റെ അവസാന നാളുകളിൽ എഴുതിയിരിക്കാൻ ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി ഹല്ലേലൂയ സ്തോത്രം വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ സത്യവചനത്തെ അവരെന്ത് ചെയ്യുന്നില്ല? അധൈര്യപ്പെടാതെയാണ് എന്ത് ചെയ്യുന്നത്? സത്യം സ്തോത്രം നമുക്ക് എന്ത് ചെയ്യരുത്? അധൈര്യപ്പെടരുത്. ഹല്ലേലൂയ നമുക്ക് ധൈര്യമായിരിക്കാൻ. ഹല്ലേലൂയ സ്തോത്രം യോശുവയോട് പറഞ്ഞു, മോശയുടെ കാലശേഷം യോശുവയോട് പറഞ്ഞു, ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെ ഇരിക്കാം. അതുകൊണ്ട് നീ എങ്ങനെ ആയിരിക്കണം? ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം വെളിപ്പാട് പുസ്തകത്തിൽ പറയാണ്, ഭീരുക്കളൊക്കെ എവിടെ പോയില്ല? സ്വർഗരാജ്യം അവകാശമാക്കിയ ദുർനടപ്പുകാർ, അശുദ്ധർ, വിഗ്രഹാരാധികൾ, അല്ലേ, ഭീരുക്കൾ, ഇവരൊന്നും ആരും എവിടെ ചെല്ലില്ല? സ്വർഗരാജ്യത്തിൽ ചെല്ലുകയില്ല. അപ്പൊ അധൈര്യപ്പെടാതെ എന്താ സത്യം പറഞ്ഞത്? എന്ത് സത്യ പറഞ്ഞത്? ഹല്ലേലൂയ സ്തോത്രം. പൗലോസ് പറയുകയാണ്, ഞങ്ങൾക്ക് നിങ്ങളുടെ സാക്ഷ്യമൊന്നും ആവശ്യമില്ല. 3-ാം അധ്യായം വായിച്ചിട്ട് 3-ാം അധ്യായം 2 കൊരിന്ത്യർ തന്നെ ഞങ്ങൾ പിന്നെയും 1 മുതൽ 3-1 മുതൽ ഞങ്ങൾക്ക് ആവശ്യമോ? ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ ഞങ്ങളുടെ ക്രിസ്തുവിന്റെ പത്രമായിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ ആരായിരിക്കണം? അതുകൊണ്ട് പൗലോസ് പറയാം, നിങ്ങളുടെ ആരുടെ സാക്ഷി എനിക്ക് ആവശ്യമില്ല. ഞങ്ങളുടെ സാക്ഷി ആരാ? നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ ആരാന്ന് പറഞ്ഞേ? ക്രിസ്തുവിന്റെ പത്രമാണ്. ഹല്ലേലൂയ സ്തോത്രം. ക്രിസ്തു ആരാന്ന് പറഞ്ഞു? ഇവിടെ എല്ലാം ദൈവമായ ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്, അല്ല പുത്രനായ കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് പറയാണ്, ഹല്ലേലൂയ സ്തോത്രം, ക്രിസ്തുവിന്റെ പത്രം നിങ്ങൾ വെളിപ്പെടുത്തുന്നുവല്ലോ. അത് മഷി കൊണ്ടല്ല. എങ്ങനെ എഴുതിയിരിക്കുന്നേ? ദൈവത്തിന്റെ ആത്മാവ്. ആർക്കാ ദൈവത്തിന്റെ ആത്മാവുള്ളത്? യേശുവിനെ കർത്താവെന്ന് ഹല്ലേലൂയ സ്തോത്രം സ്വീകരിക്കണം. അല്ലെങ്കിൽ നാവുകൊണ്ട് എന്ത് ചെയ്യണം? ഏറ്റുപറയും. യേശുവിനെ കർത്താവെന്ന് പറയുന്നവനാണ് ആരുടെ ആത്മാവ് വരുന്നത്? പിന്നെ വേറൊരു ആത്മാവും ഉണ്ട് ബൈബിളില്. ഫോഷ്ക്ക് വിശ്വസിക്കുമാറ് ഫോഷ്കിന്റെ വ്യാപാര ശക്തി. ആർക്കാ ഈ ഫോഷ്ക്ക്? 3 ദൈവം ഉണ്ടെന്ന് പറയുന്നതൊക്കെ എന്താ? ബൈബിളിക്കലാണോ? അത് ഫോഷ്ക. അപ്പൊ അവരുടെ ഏത് ദൈവം വരും? ഫോഷ്കിന്റെ വ്യാപാര ശക്തി വരും. താഴോട്ട് വായിച്ചു മക്കളെ. ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് അഭിഷക്തനാലുണ്ട്. ക്രിസ്തുവിനാൽ എന്ന് പറഞ്ഞാൽ അഭിഷക്തനാൽ ഉണ്ട്. വായിക്കേ. ഞങ്ങൾക്ക് സ്വയമായിട്ട് വല്ലതും പറയാൻ ഞങ്ങൾ കേട്ടോ, ഞാനിതാ പറഞ്ഞത്, ഞങ്ങൾ സ്വയമായിട്ടൊന്നും എന്ത് ചെയ്യുന്നില്ല,
പറയുന്നില്ല. യോഹന്നാൻ പറഞ്ഞു ഞങ്ങൾ കണ്ടു, ഞങ്ങൾ തൊട്ടു, ഞങ്ങൾ നോക്കിയ ജീവന്റെ വചനം. വചനം എങ്ങനെയാ? വചനത്തെ ആരെങ്കിലും കാണാൻ പറ്റുമോ? ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? വചനമാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം വചനത്തെ ആര് കണ്ടു? യോഹന്നാനും ആരും കണ്ടു. അവസാനം കണ്ടതാരാ? പൗലോസ് കണ്ടു. അകാല പ്രജ പോലെ ആര് കണ്ട്? പൗലോസും കണ്ടു. എന്നിട്ട് അവൻ പറയുകയാണ്, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു വരാം. അല്ലെങ്കിൽ കണ്ട പൗലോസും പറയുന്നുണ്ട് ആ ക്രിസ്തു എങ്ങനെയുള്ളവനാണ്. അല്ലെങ്കിൽ സ്തോത്രം. അപ്പോൾ ഈ വചനം എന്തായിത്തീർന്നെന്നാണ് പറയുന്നത്? യോഹന്നാൻ സുവിശേഷം 1:14 പറയാണ് വചനം ജഡമായി, അല്ലേ? ജഡമായി. അപ്പോൾ ആ വചനത്തെയാണ്, ആ ജഡമായ വചനത്തെ ആര് കണ്ടത്? യോഹന്നാനൊക്കെ കണ്ടു, തൊട്ടു, അല്ലേ? ഈ വചനത്തെക്കുറിച്ചാണ് അവർ പറയുന്നത്. ആ കർത്താവിനെ കുറിച്ചാണ് അവരെന്ത് ചെയ്യുന്നത്? സാക്ഷി പറയുന്നത്. വായിച്ചാട്ടെ, താഴോട്ട് വായിച്ചാട്ടെ. ഞങ്ങൾ ഈ പ്രസംഗിക്കുന്നത്, ഞങ്ങൾ പഠിപ്പിക്കുന്നതൊക്കെ എന്താണെന്നാ പൗലോസ് പറഞ്ഞേ? ദൈവത്തിന്റെ ദാനമാണ്. അങ്ങനെ പറയുന്ന പൗലോസ് ഇതിനകത്ത് കൂട്ടി എഴുതിയ ദൈവത്തിന്റെ വചനം എത്ര പ്രാവശ്യം ശുദ്ധി ചെയ്താ? 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളിയെക്കാളും, അല്ലേ? ഹല്ലേലൂയ സ്തോത്രം. വിലയേറിയ വചനമാണ്. അപ്പൊ വചനത്തിലൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ടോ? കൂട്ടി ചെയ്തിട്ടുണ്ടോ? കൂട്ടി ചെയ്തിട്ടില്ല. ഹല്ലേലൂയ സ്തോത്രം. താഴോട്ട് വായിക്കേ. അപ്പൊ പഴയ നിയമത്തിൽ ഒരു ശുശ്രൂഷകർ ഉണ്ടായിരുന്നു. പഴയ നിയമത്തിൽ ന്യായപ്രമാണ ശുശ്രൂഷ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങളെ എന്തിന്റെ ശുശ്രൂഷകരാക്കി? അത് ഞങ്ങളുടെ സ്വയമെന്നല്ല, കർത്താവ് തന്ന, അല്ലേ? അതുകൊണ്ട് പൗലോസ് പറയുന്നുണ്ട് 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ച് ചെയ്തെന്നാൽ കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രി കർത്താവ് അപ്പോൾ എടുത്ത് വാഴ്ത്തി മുറുക്കിയല്ലേ? അപ്പോൾ കർത്താവിൽ നിന്നാണ് ആര് പ്രാപിച്ചത്? പൗലോസ് പ്രാപിച്ചത്. താഴോട്ട് വായിച്ചട്ടെ. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. വായിക്കേ. ന്യായപ്രമാണമൊക്കെ എന്ത് ചെയ്യുക? മരണ ശുശ്രൂഷയാ. ന്യായപ്രമാണത്തെ കുറിച്ച് പറയുന്നത് എന്ത് ശുശ്രൂഷയാ? മരണ. അത് ചെയ്യുന്നവൻ അതിനാൽ എന്ത് ചെയ്യും? ജീവിക്കും. നമ്മൾ ആത്മാവിന്റെ ശുശ്രൂഷയ്ക്ക് അങ്ങനെയാണോ? അല്ല. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. വായിക്കേ. അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം എങ്ങനെയുള്ളതായിരിക്കും? തേജസ്സേറിയതായിരിക്കും. മോശയുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ മോശ എന്ത് ശുശ്രൂഷ ചെയ്തേ? അക്ഷരത്തിന്റെ ശുശ്രൂഷ, അല്ലേ? കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. അത് തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ എങ്ങനെയാ? തേജസ് ഏറിയതായിരിക്കും. ഈ ആത്മാവ് എന്ന് പറയുന്ന ആത്മാവ് ആരാ? ദൈവം ഹല്ലേലൂയ സ്തോത്രം ആത്മാവാകുന്നു. ആ ആത്മാവ് എന്ന് പറയുന്നത് ആ ദൈവം ശക്തിയായിട്ട് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. വസിച്ചുകൊണ്ട് നമ്മളോട് എന്ത് ചെയ്യുമോ? പ്രവർത്തി. അതുകൊണ്ട് പൗലോസ് പറയുന്നത് കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ തന്നെ പറയുന്ന 10:3 പറയാണ്, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനം എന്ന് വരേണ്ടതിന് അത് ഞങ്ങൾക്ക് എവിടെയാണ് കിട്ടിയിരിക്കുന്നത്? മൺപാത്രങ്ങളിലാണ് കിട്ടിയിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ദൈവത്തിന്റെ ശക്തിയാണ് ദൈവത്തിന്റെ ആത്മാവ്. അതുകൊണ്ടാണ് മുകളിൽ നമ്മൾ വായിച്ചത്, ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ ഞങ്ങൾ എന്ത് ചെയ്യുന്നത്? ഇത് പ്രാപിച്ചത്. ദൈവത്തിന്റെ ശക്തിയാലാണ് പ്രാപിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? ദൈവശക്തിയാലാണ് പ്രാപിച്ചത്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് വായിച്ച താഴോട്ട് വായിച്ചത്. ശിക്ഷാവിധിയുടെ ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ എല്ലാത്തിനും പകരത്തിന് പകരം അപ്പോൾ ന്യായപ്രമാണ ശിക്ഷയാണ്. അപ്പം ശിക്ഷയുടെ ഹല്ലേലൂയ സ്തോത്രം ശുശ്രൂഷ തേജസ്സാകുന്നു എങ്കിൽ നീതിയുടെ ശുശ്രൂഷ അതിമഹത്തായ തേജസ് നിമിത്തം അപ്പൊ ന്യായപ്രമാണമൊക്കെ എന്നേക്കും എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നു. ഇതൊക്കെ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞിട്ട് പറയാം, ഇത് എന്നേക്കും നിങ്ങൾക്ക് തലമുറ എന്നേക്കും നിങ്ങൾക്ക് ചട്ടമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ എന്നേക്കും എന്താണെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്? ഒരു പീരീഡാണ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ അത് എങ്ങനെയുള്ളതാണെന്നാ പറഞ്ഞത്? ആ നീക്കം വരുന്നതാണ്. അത് എത്ര ദിവസത്തേക്കുള്ളൂ എന്നേക്കും എന്നുള്ളത്? പുത്രന്റെ വരെ. അത് പീരീഡ് എന്ന് വരെയാ? അതും കൂടെ പറയണം. ആ പീരീഡ് എന്ന് വരെയാ? ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് അന്ത്യകാലത്ത് എന്ത് ചെയ്തു? നീക്കം വരുത്തിയിട്ട് ആരെ കൊണ്ടുവന്നു? ന്യായപ്രമാണത്തെ നീക്കിയതാരാ? എവിടെ വെച്ച്? ക്രൂശിൽ വെച്ച് എന്ത് ചെയ്തു? ന്യായപ്രമാണത്തെ നീക്കി അവന്റെ ആയുധവർഗം പിടിച്ചെടുത്ത് അവനെ എന്ത് ചെയ്തു? പരസ്യ കാഴ്ചയാക്കി. ആരെ? സാത്താനെ. അല്ലെങ്കിൽ അവന്റെ എന്താക്കി? തന്റെ ദൈവത്തിന്റെ ജനത്തെ കൊണ്ട് പാവം ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്ന പിശാചിനെ എന്താക്കി? ഇപ്പോൾ നമ്മൾ ദൈവത്തിന്റെ ആത്മാവ് പ്രാപിച്ചുള്ളവനെ ദൈവം എന്ത് ചെയ്യാൻ പറ്റില്ല? മറ്റതങ്ങനെയല്ല. അക്ഷരം കാണുമ്പോഴാണ് അവർക്ക് ഭയം വരുന്നത്. അക്ഷരത്തിന്റെ ശുശ്രൂഷ എങ്ങനെയാണ്? കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്. അക്ഷരം കാണുമ്പോഴാണ് അയ്യോ കൊല ചെയ്തു പോയില്ലോ എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യുന്നത്? പോയി എവിടെ ചെയ്തു? പുരോഹിതന്റെ അടുത്ത് ചെന്നിട്ട് എന്ത് ചെയ്യും? പ്രായശ്ചിത്തം കഴിക്കുന്നത്. കണ്ടോ?
അപ്പൊ ഇത് ആത്മാവിന്റെ ശുശ്രൂഷ എങ്ങനെയാണ്? കൊല ചെയ്യാൻ അനുവദിക്കാതെ അകത്തിരുന്നുകൊണ്ട് പറയും അല്ലേ, കൊല ചെയ്യരുത്. മറ്റേ അക്ഷരം കാണുമ്പോഴാണ്. ആത്മാവിന്റെ ശുശ്രൂഷയോ നമ്മളിൽ ഇരിക്കുക. ആരിരിക്കുക? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നുവല്ലോ. ക്രിസ്തു നമ്മളിൽ ഇരിക്കുക. ഇനി ക്രിസ്തു ആരാന്നും കൂടെ ഞാൻ പഠിപ്പിച്ചു തരാം. ഇന്നിവരെ യേശുവിനെ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. യേശു ഈ ഈസ്റ്ററിനെ കുറിച്ചൊക്കെ പഠിപ്പിച്ചപ്പോൾ ഇവരുടെ യേശു ഇപ്പോഴും എവിടെയാണ് കിടക്കുന്നത്? ക്രൂശിൽ തൂങ്ങിക്കിടക്കുക അല്ലേ? ക്രൂശിൽ എന്ത് ചെയ്തിരിക്കുക? തൂങ്ങിക്കിടക്കുക. ഹല്ലേലൂയ സ്തോത്രം. ആ ക്രിസ്തുവിനെ അറിയുന്നില്ലെന്ന് അപ്പം പൗലോസ് പറയുന്നത്. എങ്ങനെയുള്ള ക്രിസ്തുവിനെ? ജഡപ്രകാരമുള്ള ക്രിസ്തുവിനെ അറിയുന്നില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് നമുക്ക് വായിക്കാം. സമയമുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചും പഠിക്കാം. ഹല്ലേലൂയ സ്തോത്രം. വായിച്ചാട്ടെ, താഴോട്ട് വായിച്ചാട്ടെ. ആ ആ നീങ്ങിപ്പോകുന്നത് എവിടെയാ നീങ്ങിപ്പോയത്? ഞാനിപ്പോ പഠിപ്പിച്ചു അല്ലേ, ക്രൂശിലെ മരണത്തോട് നീങ്ങി. ആ നീങ്ങിപ്പോകുന്നതിനെ കുറിച്ച് തന്നെ ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തന്റെ മുഖത്ത് എന്ത് ചെയ്തു? അല്ല, ഇത്രയും ആ ന്യായപ്രമാണത്തിലുള്ളത് ഒക്കെ അവർക്ക് എന്ത് ചെയ്യാം? ദൈവം അത്ര അത്ഭുതം ചെയ്തിട്ട് പോലും അവരുടെ മനസ്സ് എന്ത് ചെയ്തു? കഠിനപ്പെട്ടു പോയി, ഹൃദയം കഠിനപ്പെട്ടു പോയി. ആ പഴയ നിയമം ഇന്നും സഭകളിലല്ല എന്ത് നിയമമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? പഴയ നിയമം. അവരുടെ മൂടുപടം മാറിയിട്ടുണ്ടോ? ഹല്ലേലൂയ സ്തോത്രം. അവരുടെ മൂടുപടം ഇതുവരെയായിട്ട് എന്ത് ചെയ്തിട്ടില്ല. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂടുപടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അവർ അക്ഷരത്തിന്റെ ശുശ്രൂഷയിൽ കിടക്കുക. ആത്മാവിന്റെ ശുശ്രൂഷയിലേക്ക് എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല, നീങ്ങിപ്പോയിട്ടില്ല. വായിക്കും, വേഗത്തിൽ വായിക്കും. അത് എവിടെയാ നീങ്ങിപ്പോവുള്ളൂ? ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നത്. എങ്ങനെയാ ക്രിസ്തുവിന്റെ ശുശ്രൂഷ? ഹല്ലേലൂയ സ്തോത്രം. ആത്മാവിനാൽ. എങ്ങനെയുള്ളതാ? ആത്മാവിനാൽ. താഴോട്ട് വായിക്കും. കിടക്കുന്നു. കർത്താവിലേക്ക് തിരിയണം. ഇപ്പൊ മനസ്സിലായോ? മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ എന്താ നടക്കുന്നത്? അതുകൊണ്ട് ഇപ്പൊ എല്ലാ ഞായറാഴ്ചയും എവിടെ ദാവീദിന്റെ പുസ്തകവും ദാവീദിന്റെ സങ്കീർത്തനമൊക്കെ വായിച്ചിട്ട് എന്തോ ചെയ്തിരിക്കാം, മൂടുപടത്തിന്മേൽ ഇപ്പോഴും കിടക്കുക. ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്താൽ അല്ലേ അതിന് ദാവീദിനെ പോലെ ഓടണം, ദാവീദിനെ പോലെ ജീവിക്കണം, ദാവീദിനെ പോലെ ഹല്ലേലൂയ സ്തോത്രം ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെയാണോ? നിങ്ങൾ ആരെ പോലെ ചിന്തിക്കണം? പൗലോസ് പറഞ്ഞു, ഞാൻ ദാവീദിന്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങൾ എന്റെ അനുകാരിയാകാനാണ് പറഞ്ഞത്. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയാകുന്നതുകൊണ്ട് ദാവീദിന്റെ രക്തം കൊണ്ടാണ് സഭയെ പറഞ്ഞ്. ദൈവം തന്റെ പുത്രനെ അയച്ചത് എന്തിനാ? സ്വന്തം രക്തത്താൽ എന്ത് ചെയ്തു? സമ്പാദിച്ചിരിക്കുന്ന സഭ. ആരുടെ രക്തം കൊണ്ടാ സഭ സമ്പാദിച്ചത്? യേശു ക്രിസ്തുവിന്റെ രക്തം കൊണ്ടാ. അപ്പൊ ദാവീദിന്റെ രക്തം കൊണ്ടോ അല്ലെ മറിയയുടെ രക്തം കൊണ്ടോ യോസഫിന്റെ രക്തം കൊണ്ടോ ഒന്നും ദൈവത്തിന്റെ സഭയെ എന്ത് ചെയ്തിട്ടില്ല. അപ്പൊ യേശു ക്രിസ്തുവിന്റെ രക്തം കൊണ്ടാണ് എന്ത് ചെയ്തത്? പാപമോചനം ഉണ്ടായത്. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹല്ലേലൂയ സ്തോത്രം. യേശു ക്രിസ്തുവിനെയാണ് എന്ത് ചെയ്യുന്നത്? അനുകാരിയായി, യേശു ക്രിസ്തുവിന്റെ അനുകാരിയായി നമ്മൾ എന്ത് ചെയ്യണം? അവന്റെ എന്ത് ചെയ്യണം? പാതകളെ എന്ത് ചെയ്യണം? പിന്തുടരണം. വായിക്കും. കർത്താവിലേക്ക് തിരിയുമ്പോൾ കർത്താവ് ആത്മാവാകുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ആരാണ്? പ്രൈസ് ദി ലോർഡ്. കർത്താവ് ആത്മാവാകുന്നു. ഹല്ലേലൂയ സ്തോത്രം. വായിച്ചാട്ടെ. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ മനസ്സിലായോ? കർത്താവ് ആരാ? ഹല്ലേലൂയ സ്തോത്രം. ദൈവോത്രം ഇപ്പൊ ആരാ? ഇപ്പൊ എങ്ങനെയായിരിക്കുന്നേ? ആത്മാവായിട്ടായിരിക്കുന്നത്. അതുകൊണ്ട് 2-3 പേർ എന്റെ നാമത്തിൽ കൂടുന്നിടത്ത് ആരുണ്ട്? യേശു ഇപ്പൊ നമ്മുടെ മധ്യമുണ്ട്. എങ്ങനെയാ ഉള്ളത്? ജഡത്തിലാണ്. ആത്മാവായിട്ടുണ്ട്. അതിന് പൗലോസ് പറയുകയാണ്, 2 കൊരിന്ത്യർ 5:15 മുതൽ വായിച്ചേട്ടെ. 5-ാം അധ്യായം നമ്മളിവിടെ വായിച്ചു നിർത്തിയത് കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യം ഉണ്ട്. വായിക്കും. 5:14. കർത്താവായ യേശുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ. ഒരു കാര്യം ഓർത്തില്ല. എന്താ മരിക്കുന്ന സംഭവം? ഏതാ? ജഡം അല്ലേ? മരിക്കുന്ന സാധനം ആരാ? ജഡം. എല്ലാവർക്കും വേണ്ടി ആര് മരിച്ചു? അപ്പൊ നമ്മുടെ ജഡമൊക്കെ ഇപ്പൊ എന്താ ചെയ്തു? എങ്ങനെ മരിച്ചത്? പാപം സംബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുക? നമ്മുടെ ജഡം മരിച്ച് നമ്മൾ ആത്മാവ് സംബന്ധിച്ചാണ് ഇപ്പം ജീവിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ ഞാൻ ജീവിച്ചാലും മരിച്ചാലും ക്രിസ്തുവിനുള്ളതാ. വായിക്കും. ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ എന്ത് ചെയ്തിരിക്കാം? യേശു മരിച്ചത് എല്ലാവർക്കും വേണ്ടിയാ. എന്ത് ചെയ്യണം? അവനിൽ എന്ത് ചെയ്യണം?
അവനിൽ വിശ്വസിക്കുന്നവന് ആരുണ്ട്? ദൈവമുണ്ട്. അവന് വിശ്വസിക്കാത്തവന് എങ്ങനെ വിശ്വസിക്കണം? യേശുവിനെ കർത്താവെന്ന് വിശ്വസിക്കണം. വായിക്കും. കണ്ടോ? എന്നിട്ട് പൗലോസ് പറയുകയാണ് ആകയാൽ, ഇത് എഗ്രിമെന്റാ. ആകയാൽ, ഇങ്ങനെയാണെങ്കിൽ, അങ്ങനെയെങ്കിൽ, അല്ലേ? ഒരു എഗ്രിമെന്റ്. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ, എന്ന് മുതൽ? പൗലോസ് എഴുതിയ അന്ന് മുതൽ പറയാണ്. ഇന്ന് മുതൽ ആരെയും എങ്ങനെ അറിയുന്നില്ല? ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞിരുന്നു എങ്കിലും ഇനിമേൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല? അങ്ങനെ അറിയുന്നില്ല. അപ്പൊ യേശു ഇപ്പൊ ജഡത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ കത്തോലിക്കരുടെയും മറ്റുള്ള CSIയുടെ പെന്തക്കോസ്തുകാരുടെ ഒക്കെ യേശു എങ്ങനെയാ ഇരിക്കുന്നത്? ഒരു ശരീരമായിട്ട് ഇരിക്കുന്നതായിട്ടാണ്. എങ്ങനെ ഇരിക്കുന്ന? ജഡശരീരത്തിൽ ഇരിക്കുന്നവർ 6 അടി പൊക്കമുള്ള മനുഷ്യനായിട്ടാണ് ഇപ്പോഴും കാണുന്നത്. യോഹന്നാൻ അവനെ കണ്ടിട്ട് എന്തായി തീർന്നു? മരിച്ചവനെ പോലെ അവന്റെ കാലത്തെ വീണു. വെളിപ്പാട് പുസ്തകത്തിൽ ജഡത്തിന്റെ സാദൃശ്യത്തിലാണ് ഇരിക്കുന്നത്. എങ്ങനെ അവന്റെ രൂപം പറഞ്ഞേ? അഗ്നിജാലിക്കത്തെ കണ്ണുള്ളവൻ, വെള്ളോട്ടിന് സദൃശമായ കാലുള്ളവൻ, അവന്റെ തലയും തലമുടി എങ്ങനെയാ? ഹിമം പോലെ വെളുത്തത്, അല്ലേ? അവന്റെ ശബ്ദം എങ്ങനെയാ? പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ ശബ്ദമുള്ള ദൈവപുത്രനെ ഇപ്പൊ എങ്ങനെയാ അവർ കണ്ടിരിക്കുന്നത്? ഇപ്പോഴും ക്രൂശിൽ തൂക്കിയിട്ടില്ല. എന്തിനില്ല? ഇപ്പോഴും ക്രൂശില്. അപ്പൊ പൗലോസ് പറയാം, ഞാൻ ജഡപ്രകാരം ക്രിസ്തുവിനെ അറിഞ്ഞിരുന്നെങ്കിലും ഇനി എന്ത് ചെയ്യുന്നില്ല. എന്നിട്ട് ആ പൗലോസ് തന്നെ എഴുതിയിരിക്കുന്ന കർത്താവ് ആരാന്നാ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ? കർത്താവ് ജഡത്തിലല്ല. കർത്താവ് എങ്ങനെ ഇരിക്കുന്നു? അതുകൊണ്ടാണ് ഹല്ലേലൂയ സ്തോത്രം. ഒരു വാക്യം കൂടെ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14:23 ഒന്ന് വായിച്ചാട്ടെ. വേഗത്തിൽ. സുവിശേഷം 14 അധ്യായം 23 വാക്യം ഒന്ന് വായിച്ചാട്ടെ. യേശു അവരോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനത്തെ പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. എന്നാ ഇത് പറഞ്ഞിട്ട് അന്നേരം തന്നെ വാസം ചെയ്തോ? അന്നേരം ആ യേശു എവിടെയാ ഇരിക്കുന്നേ? ജഡത്തിലിരിക്കുക. ഞങ്ങൾ വന്ന് ആരാ? ഞങ്ങൾ പിതാവും പുത്രനും എങ്ങനെ ആത്മാവായിട്ടാണ് വരുന്നത്? മനസ്സിലാകുന്നുണ്ടോ? യേശു കർത്താവ് ആത്മാവാകുന്നു. ഇപ്പൊ നമ്മളിങ്ങനെ വായിച്ച പരിചയല്ലേ? കർത്താവ് ആത്മാവാകുന്നു. അതേ പൗലോസ് തന്നെ പറയാണ്, ഹല്ലേലൂയ സ്തോത്രം, ജഡപ്രകാരം ഞാൻ ആരെയും അറിയുന്നില്ല, ക്രിസ്തുവിനെ അറിഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ ഞാൻ അവൻ അകാല പ്രജ പോലെ യേശുവിനെ കണ്ടു. അല്ലേ? എങ്ങനെയാ കണ്ടത്? അകാല പ്രജ. അപ്പൊ നീ ആരാകുന്നു? കർത്താവെ ചോദിച്ചാൽ കർത്താവ് എന്ന് പറഞ്ഞ അർത്ഥം കർത്തൃത്വം നടത്തുന്നവനാ. ദൂതന്മാരെല്ലാം ആരാണ്? കർത്തൃത്വം നടത്തുന്നവരാ. അപ്പൊ നീ ആരാ? നീ ഏത് ദൂതനാ? അല്ലെങ്കിൽ ഗബ്രിയേലാണോ മീഖായേലാണോ? ആരാന്ന് അറിയാതെയാണ് അവൻ ചോദിക്കുന്നത്. അവൻ യേശുവിനെ എന്തില്ലായിരുന്നു? അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോഴാണ് നീ ഉപദ്രവിക്കുന്ന നസ്രയനായ യേശു ആരാ? ഞാനാകുന്നു. ഞാൻ നിന്നോട് നീ എന്ത് ചെയ്യാൻ പറഞ്ഞു? നീ ചെയ്യേണ്ടതൊക്കെ ഞാൻ നിനക്ക് എന്ത് ചെയ്യും? പറഞ്ഞു തരും. ഹല്ലേലൂയ സ്തോത്രം. അപ്പോ ആ പൗലോസ് പോലും പറയാണ്, കണ്ട പൗലോസ് പറയുന്നത്, 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ട പൗലോസ് പറയാണ് യേശു ആരാന്നാ? കർത്താവ് ആത്മാവാന്ന് പറയുക. അവര് പറയുന്നു, പൗലോസ് പറയുന്നവിടെ നിൽക്കട്ടെ. കണ്ടവർ പറയുന്നു, യോഹന്നാൻ പറഞ്ഞു, ഞങ്ങൾ കണ്ടു തൊട്ടു നോക്കിയല്ലേ. അവർ കണ്ടവൻ നിൽക്കട്ടെ, കേട്ടവൻ എന്ത് ചെയ്യട്ടെ? പറയട്ടെന്ന് പറഞ്ഞുള്ള കാര്യമാണ് ഇപ്പോൾ ഹല്ലേലൂയ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ദുരുപദേശത്താൽ എന്ത് ചെയ്തിരിക്കുന്നു? സഭകൾ നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കർത്താവ് ഹല്ലേലൂയ ആത്മാവാകുന്നത്. ഈ കർത്താവ് ആത്മാവാകുന്ന കർത്താവ് എങ്ങനെയാണ് നമ്മൾ വസിക്കുന്നത്? ഇപ്പോൾ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പോയപ്പോൾ ഇപ്പൊ എങ്ങനെയായിരിക്കുന്നത്? കർത്താവ് ആത്മാവാകുന്നു എന്ന് വെച്ചാൽ ശക്തിയായിട്ടാണ് നമ്മൾ വരുന്നത്. ആത്മാവെന്ന് പറഞ്ഞാൽ ശക്തി എന്നാണ്. ദൈവത്തെ ആർക്കും ഈ ശക്തി ആർക്കെങ്കിലും ഒരു നാൾ കാണാൻ പറ്റുമോ? സുനാമിയൊക്കെ വന്ന് ആ ശക്തിയെ കണ്ടോ? അല്ലെങ്കിൽ ഇറക്കി വിട്ട ദൈവത്തിന്റെ ശക്തി ആരെങ്കിലും കണ്ടോ? തിരകൾ അലറുവാൻ തക്കവണ്ണം സമുദ്രത്തെ ഇളക്കുന്നവനായി സർവശക്തിയുള്ള ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത്. സമുദ്രത്തെ ഇളക്കുന്നവൻ ആരാ? ഭൂമിയെ വിറക്കിപ്പിക്കുന്നവൻ ആരാ? ദൈവം. ആ ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം ഇന്ന് പെന്തക്കോസ്തുകാർക്കൊക്കെ എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടിരിക്കുക. അവർ ദൈവത്തെ അല്ല, അവർ മറ്റൊരു യേശുവിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? സൃഷ്ടിച്ച ദൈവത്തെ അല്ല, സൃഷ്ടിയെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെ ആരാധിക്കുന്നത്? സൃഷ്ടിയാകുന്നവനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. സൃഷ്ടാവിനെ എന്ത് ചെയ്യുന്നില്ല? ആരാധിക്കുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് എന്ത് ചെയ്യും? അവനോട് കൂടെ എന്ത് ചെയ്യും? വാസം ചെയ്യുന്ന ദൈവോത്രം പറഞ്ഞു. ഇപ്പം ഞങ്ങൾ ഇപ്പോൾ ഈ പിതാവും പുത്രനും ഒന്നായി നമ്മളിൽ എപ്പോഴാണ് വരുന്നത്? യേശു ഉയർത്തെഴുന്നേറ്റ് പോയതുകൊണ്ട് കർത്താവ് ആത്മാവാകുന്നു, ദൈവവും ആത്മാവാകുന്നു. ഒന്നായിട്ട് എന്ത് ചെയ്യുന്നു? ഞങ്ങൾ വന്നിപ്പോൾ എങ്ങനെയായിരിക്കുന്നത്? ഒന്നായിരിക്കും. ഞാൻ പിതാവെ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്ന പോലെ അവർ നമ്മിലും ആകണമെന്ന് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം മുഴുവൻ വായിച്ചാൽ അറിയാം. പിതാവിനെയും പുത്രനെ കുറിച്ച് വ്യക്തമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ വായിച്ചാട്ടെ. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 3:11 കൂടെ ഒന്ന് വായിച്ചാട്ടെ ഒരാൾ വേഗത്തിൽ. 3:11 കണ്ടോ? ഇവിടെ ആരാ എഴുതിയിരിക്കുന്നത്? തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതിയത് ആരാ? പൗലോസ്. ഇപ്പൊ നമ്മൾ പൗലോസിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പൗലോസ്
തെസ്സലോനിക്ക സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയാണ്, വായിച്ചേ, നമ്മുടെ ദൈവവും പിതാവുമായവനും. കർത്താവ് ആരാന്നപ്പം പൗലോസ് പഠിപ്പിച്ചേ? ആത്മാവാകുന്നു. നമ്മുടെ കർത്താവായ യേശുവും ഞങ്ങൾ നിങ്ങളുടെ തെസ്സലോനിക്ക സഭയ്ക്ക് വരുവാൻ വഴിയൊരുക്കി തരുമാറാകും. അപ്പൊ 2-3 പേർ കൂടുന്നിടത്ത് ഞാനുണ്ടെന്ന് പറയുന്നത് യേശു ഉള്ളവൻ ആരുണ്ട്? യേശു ഉള്ളവരത്ത് ആരുണ്ട്? ഇപ്പൊ യേശു നമ്മുടെ മധ്യേ നമ്മളിൽ വസിക്കുക, നമ്മളിൽ വന്നിരിക്കുക. ദൈവപുത്രനുള്ളവൻ ആരും ഉണ്ട്? പിതാവിനെ വേറെ വിളിക്കണം. യേശുവിന്റെ നാമം പറയുമ്പോൾ അവിടെ ആരാ വരുന്നത്? യേശുവിനെ കർത്താവ് എന്ന് പറയുമ്പോൾ മഹത്വം ആർക്കാ പോകുന്നത്? പിതാവിനാ പോകുന്നത്. അപ്പൊ പിതാവും പുത്രനും ഒന്നായി എന്ത് ചെയ്തിരിക്കുക? നമ്മളില് വസിക്കുക. എന്നാൽ പിതാവും പുത്രനും രണ്ടാണ്, അവർ ഒന്നായിട്ട് എന്ത് ചെയ്യുന്നു? നമ്മളില് വസിക്കുന്നത്. എങ്ങനെയാ ഒന്നായിട്ട് വരുന്നേ? ആത്മാവായിട്ട് ഒന്നായിട്ട് വരുന്നു. അല്ലെങ്കിൽ എന്നാൽ ഇരിക്കും പോലെ നമ്മൾ എന്ന് കാണും? കർത്താവിന്റെ വരവിൽ നമ്മൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ആ പുത്രനെയും പിതാവിനെയും നമ്മൾ ഇങ്ങനെ കാണും. താൻ ഇരിക്കും പോലെ രാജ്യം പിതാവിനെ ഏൽപ്പിച്ചത് പുത്രൻ താൻ പിതാവിന് എന്ത് ചെയ്തിരിക്കുമെന്ന് പറഞ്ഞേ? കീഴ്പ്പെട്ടിരിക്കുന്ന. ഹാലലിയ പൗലോസ് അപ്പോസ്തലൻ ഹാലലിയ സ്തോത്രം പരിശുദ്ധാത്മാവിൽ എഴുതി വെച്ചിരിക്കുന്നു. ഹാലലിയ ഒരു ഹാലലിയ സ്തോത്രം വാക്യങ്ങൾ വായിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം തന്നെ 15:16 കൂടെ വായിച്ചാട്ടെ. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ എന്ത് ചെയ്തു? 12 ശിഷ്യന്മാരെ ആരാ തെരഞ്ഞെടുത്തേ? യേശുവാണ് തെരഞ്ഞെടുത്തത്. വായിക്കും. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം എന്ത് ചെയ്യണം? നിലനിൽക്കേണ്ടതിനും. 15:16 വായിച്ചേ. ആക്കി വെച്ചിരിക്കുന്നു. എന്നിട്ട് പറയാണ്, നിങ്ങൾ എന്റെ നാമത്തിൽ. ഇവിടെയൊക്കെ ബന്ധക്കോസ്തുകാർക്ക് അറിയാം യേശുവിന്റെ നാമത്തിൽ വേണം ചോദിക്കാൻ. അല്ലാത്തടത്തൊക്കെ യേശുവിന്റെ നാമം എന്താ? ദുരുപദേശമാണെന്ന് പറയും. പിതാവിന്റെയും പുത്രന്റെയും പിതാവ് എന്ന് പറഞ്ഞാൽ പേരല്ല, പുത്രൻ എന്ന് പറഞ്ഞാൽ പേരല്ല, പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാലും പേരല്ലെന്ന് ബൈബിളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഹല്ലേലൂയ സ്തോത്രം. അത് ഞാൻ വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഹല്ലേലൂയ സ്തോത്രം. സദൃശവാക്യം 30:4 മുതലുള്ള വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അവന്റെ പേരെന്താ? അവന്റെ മകന്റെ പേരെന്താ? യോഹന്നാന്റെ സുവിശേഷം 17 പറഞ്ഞിരിക്കുന്നുണ്ട്, നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമം. പിതാവിന്റെ പേരിലാണ്. എബ്രായ ഭാഷയിലാണ് യഹോവ. ഗ്രീക്ക് ഭാഷയിൽ എന്താ? യേശു, ജീസസ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോ ഈ എബ്രായ ഭാഷയിലും അല്ലെങ്കിൽ എഴുതിയത് യഹോവയിൽ എഴുതിയത് കൊണ്ട് അവരെന്ത് ചെയ്തു? യഹോവ വേറെ, അതുപോലെ ശൗല് വേറെ, പൗലോസ് വേറെ. ഹല്ലേലൂയ സ്തോത്രം. എബ്രായ ഭാഷയിൽ ശൗൽ എന്നുള്ളവൻ ഗ്രീക്ക് ഭാഷയിൽ വന്ന ആരാ? പൗലോസാ. ഹല്ലേലൂയ സ്തോത്രം. അതിന് ഹല്ലേലൂയ ശൗലിനെ പൗലോസാക്കിയെന്നാ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. എല്ലാം ദൈവത്തിന്റെ വചനത്തിന് കൂട്ടുചേർക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് എന്റെ നാമത്തിൽ വായിക്കും. ഞാൻ ഇത് നിങ്ങളോട് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ എന്റെ നാമത്തിൽ എന്ത് ചെയ്യണം? പിതാവിനോട് എന്ത് ചെയ്യണം? ചോദിക്കണം. അതുകൊണ്ട് യേശുവിന്റെ നാമം പറയുന്നിടത്ത് ആരുണ്ട്? പിതാവുണ്ട്. കർത്താവ് ആരാന്നാ പറഞ്ഞേ? ജഡപ്രകാരം കർത്താവിന് ഇപ്പൊ ഇല്ല കേട്ടോ. അതുകൊണ്ട് ജഡപ്രകാരം ആരും അന്വേഷിക്കണ്ട. ബന്ധക്കോസുകാരൊന്നും ഇനി ജഡപ്രകാരം അന്വേഷിക്കണ്ട. അങ്ങനെ ഒരാള് ഇല്ല. ജഡപ്രകാരം വന്ന് എന്തിനാ വന്നേ? അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ട് ജാതിയുടെ ഇടയിൽ എന്ത് ചെയ്തു? പ്രസംഗിക്കപ്പെട്ടു. അവൻ ജഡത്തിൽ വന്നത് സത്യമാ. ജഡത്തിൽ എന്തിനാ വന്നേ? മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെ എന്ത് ചെയ്തു? പുത്രനാ വന്നതില്ലേ? ഞാനും ദൈവം ഇരിക്കുന്ന മക്കൾ, ദൈവം പുത്രന് കൊടുത്ത മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവൻ ജഡത്തിൽ വന്നിട്ട് എന്ത് ചെയ്തു? പാപത്തിൽ മരിച്ചിട്ട് എന്ത് ചെയ്തു? നമ്മുടെ പാപത്തിന് വേണ്ടി. അവൻ പാപം ചെയ്തോ? ഇല്ല. നമ്മുടെ പാപത്തിന് വേണ്ടി മരിച്ചിട്ട് 3-ാം ദിവസം ദൈവം അവനെ എന്ത് ചെയ്തു? മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവനെ ഉയർപ്പിച്ചെന്ന് ദൈവം അവനെ ഉയർപ്പിച്ചെന്ന ബൈബിളിൽ എല്ലായിടത്തും എഴുതിയിരിക്കുന്നത്. ഇവരെല്ലാം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ദൈവമല്ലേ, അവൻ ദൈവമായതുകൊണ്ട് തന്നെ ഉയർത്തുന്ന. ഹല്ലേലൂയ സ്തോത്രം. അവൻ ദൈവമാണോ? അവൻ ആരാ? ഹല്ലേലൂയ സ്തോത്രം. സകലത്തിന്റെ അധികാരിയായ ക്രിസ്തുവാണ്, കർത്താവാണ്, അഭിഷക്തനാണ്. ഹല്ലേലൂയ സ്തോത്രം. പിന്നെ മഹാപുരോഹിതനാണ്, രാജാവാണ്. ഹല്ലേലൂയ സ്തോത്രം. പിന്നെ അപ്പോസ്തലനാണ്. പിന്നെ ഹല്ലേലൂയ സ്തോത്രം. എത്ര കാര്യങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. നായകനാണ് അല്ലേ? ഇടയനാണ്. ഹല്ലേലൂയ സ്തോത്രം. യേശു ആരാന്ന് അറിയാതെ പിതാവിനെയും പുത്രനെയും യോഹന്നാന്റെ സുവിശേഷം 17:3 പറയുന്ന ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുവിനെയും അറിയാം. ആ അറിവാണ് പൗലോസ് പറഞ്ഞത് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്. ഞങ്ങൾ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ഞങ്ങള് ഹല്ലേലൂയ. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ. ഏത് ശുശ്രൂഷ ഉണ്ടായേ? പിതാവിനെ പുത്രനെ അറിയുന്ന ആത്മാവിന്റെ ശുശ്രൂഷ ആർക്ക് കിട്ടി? അത് കരുണ ലഭിച്ചവർക്കേ കിട്ടുള്ളൂ. പിതാവിനെ പുത്രനെ അറിയുന്ന അറിവ് അല്ലാത്തവർക്കൊന്നും കിട്ടില്ല. അതിൽ ബൈബിൾ കോളേജിൽ പോയാലൊന്നും എന്ത് ചെയ്യില്ല, കിട്ടില്ല. അത് ആര് പഠിപ്പിക്കണം? പിതാവ് വെളിപ്പെടുത്തി കൊടുക്കണം പുത്രൻ ആരാന്ന്. അല്ലാത്തവൻ എന്ത് ചെയ്യില്ല, വെളിപ്പാട് കിട്ടില്ല. ഹല്ലേലൂയ സ്തോത്രം. 17:21 വായിച്ചല്ലോ യോഹന്നാന്റെ സുവിശേഷം. ഹല്ലേലൂയ സ്തോത്രം.
അവരെല്ലാ ശിഷ്യന്മാരെല്ലാരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും എന്ത് ചെയ്യണം എന്നാ നമ്മിലാകണം. ഇതെന്ന് പ്രാർത്ഥിച്ചു. മരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? അവർ നമ്മിലാകണം. നമ്മിൽ എന്ന് പറഞ്ഞാലാ ഇപ്പൊ നമ്മൾ എങ്ങനെ വായിച്ചത്? ഹല്ലേലൂയ സ്തോത്രം. പിതാവും പുത്രനും ഞങ്ങൾ തെസ്സലോനിക്ക സഭയ്ക്ക് വരുവാൻ വഴി ഒരുക്കി തരുമാറാകട്ടെ. എന്നിട്ട് യേശു 17-ാം അധ്യായത്തില് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെ പ്രാർത്ഥിച്ചത്? പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്ന പോലെ അവരും എന്ത് ചെയ്യണം? നമ്മിലാകുവാൻ ഞാൻ അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? നിന്നോട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമ്മൾ പിതാവും പുത്രനും നമ്മിലാകുവാൻ കഴിഞ്ഞു എന്ന് മരിച്ച് ജഡത്തിൽ വന്ന് കഷ്ടം അനുഭവിച്ച് മരിച്ച് ആത്മാവിൽ എന്ത് ചെയ്തു? അവൻ ഉയർത്തുപോയി. ആത്മാവിൽ ഉയർത്തുപോയി. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ടാണ് ആ ശരീരത്തെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞു തരാം. വാതിലടച്ചിരിക്കെ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം എന്ത് ചെയ്തു? അടച്ചിട്ട് കഴിഞ്ഞാൽ ഒരാൾക്ക് അകത്ത് വരാൻ പറ്റുമോ? ജഡശരീരത്തിന് വരാൻ പറ്റുമോ? അപ്പൊ അത് എന്ത് ശരീരമാണ്? കർത്താവ് ആത്മാവാകുന്നു. മനസ്സിലാവുന്നുണ്ടോ? ആ ശരീരം എന്ത് ശരീരമാണ്? ആത്മാവാകുന്നു. ഹല്ലേലൂയ. എന്നാൽ അവർ എന്തുകൊണ്ടാണ് യഥാർത്ഥ രൂപം ഇവർക്ക് വെളിപ്പെടുത്താത്തത്? അവരെ കണ്ണിനെ മറച്ചു. എന്തിനാ മറച്ചേ? യഥാർത്ഥ രൂപം കുറച്ച് ഭാഗം കണ്ടപ്പോൾ തന്നെ ആര് പേടിച്ചു പോയി? അതുപോലെ ഇവരുടെ അടുത്ത് വന്നിരുന്നെങ്കിലോ? കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഉടനെ ആ രൂപത്തിലാണ് വന്നിരുന്നെങ്കിലോ? ഇവരെല്ലാം എന്ത് ചെയ്തേനെ? വീണുപോയനെ. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഈ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നമുക്ക് എന്ത് ചെയ്യണം? ഉണ്ടാകണം. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് അവർ നമ്മിലാകുവാനും എന്ന് പറഞ്ഞ് യേശു കർത്താവ് എന്ത് ചെയ്തു? അന്നേ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഇനി പറയാം, പഴയ നിയമത്തുകാർ ന്യായപ്രമാണത്തുകാലത്ത് യേശു ഉണ്ടോ? ഭൂമിയിലുണ്ടോ? ഇല്ല. ഹല്ലേലൂയ സ്തോത്രം. മധ്യസ്ഥനായിട്ടും ഉണ്ടോ? ഇല്ല. ദൈവം എന്ത് ചെയ്തിരിക്കുക? ജ്ഞാനത്തിൽ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷെ എന്താക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഇയ്യോബിന്റെ പുസ്തകം പറയുകയാണ് 9:33 ഒന്ന് വായിച്ചാട്ടെ. വേഗത്തിൽ വായിക്കും. ഹല്ലേലൂയ സ്തോത്രം. വേഗത്തിൽ വായിക്കും. സ്തോത്രം. ഒന്നുകൂടെ ഉറക്കെ വായിച്ചേ. ഞങ്ങളെ ഇരുവരെയും നിയന്ത്രിക്കേണ്ടതിന് ഞങ്ങളുടെ നടുവിൽ ഒരു മധ്യസ്ഥനുമില്ല. ഇയ്യോബിന്റെ കാലത്ത് മധ്യസ്ഥനുണ്ടോ? ഹല്ലേലൂയ സ്തോത്രം. മധ്യസ്ഥനുണ്ടോ? ഇല്ല. ഹല്ലേലൂയ സ്തോത്രം. തിമോത്തി എഴുതിയ ലേഖനം എടുത്തേ. 2:4 മുതൽ വായിച്ചത്. 1 തിമോത്തിയോസിന് എഴുതിയ ലേഖനം അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ എന്താണ് സത്യം? ഇപ്പൊ നമ്മൾ പഠിച്ചോണ്ടിരിക്കുക അല്ലേ? സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. എന്നിട്ട് പറയാണ് ദൈവം എത്ര പേരേ ഉള്ളൂ? ദൈവം ഒരുവനല്ലോ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും. ഇയ്യോബിന് മധ്യസ്ഥൻ ഇല്ലായിരുന്നു. മനസ്സിലായോ? നാമം വിളിച്ച് പ്രാർത്ഥിക്കാൻ ഇയ്യോബിന് മധ്യസ്ഥൻ ഉണ്ടായിരുന്നോ? ഇല്ല. സർവശക്തൻ എന്നാ വിളിക്കുന്നത് അല്ലേ? അബ്രഹാമൊക്കെ എങ്ങനെയാ വിളിച്ചത്? സർവശക്തൻ. യാക്കോബിനെ എന്റെ ഭയമായവൻ അല്ലേ? അബ്രഹാമിന്റെ ഇസ്ഹാക്കിനെ ദൈവമേന്ന് വിളിച്ചിട്ടുള്ളൂ. ദൈവത്തിന്റെ നാമം എന്ത് ചെയ്തിട്ടില്ല? അവർക്ക് വെളിപ്പെടുത്തിയില്ല. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. എന്നിവിടെ പറയാണ് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവനല്ലോ. വായിക്കേ. എല്ലാവർക്കും വേണ്ടി. കണ്ടോ? ഇവിടെ നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയാൽ എല്ലാവർക്കും വേണ്ടി ക്രിസ്തു മരിച്ചിരിക്കുക, നമ്മളെല്ലാം മരിച്ചുവെന്നും ക്രിസ്തുവിന് വേണ്ടി നമ്മൾ ഇനി എന്ത് ചെയ്യാം? ക്രിസ്തു ജീവിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? ക്രിസ്തുവിന് വേണ്ടി. അത് നമുക്ക് വായിക്കാം. ഇതൊന്ന് വായിച്ച് നടത്തിയാൽ വായിച്ചോ. തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യനായ ക്രിസ്തു. മനുഷ്യനായ എന്ന് പറഞ്ഞ എന്താ? അവനൊരു മനുഷ്യൻ എന്നല്ല പറഞ്ഞ, മനുഷ്യനായ. അവൻ എന്ത് ചെയ്തു? മനുഷ്യനായിട്ട് ഭൂമി വന്നതുകൊണ്ടാ. എങ്ങനെയായിരുന്നേ? വചനമായവൻ മനുഷ്യനായി. മനസ്സിലായോ? യേശു ആരായിരുന്നു? ആദ്യം വചനം ഉണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടിയായിരുന്നു. വചനം ദൈവമായിരുന്നു. വചനം എന്ത് ചെയ്തു? ജഡമായി. അപ്പൊ വചനമായവൻ ഇപ്പൊ എന്തായി? മനുഷ്യനായി. എല്ലാവർക്കും വേണ്ടി തന്നെത്താൻ മറുവിലയായി കൊടുത്ത മനുഷ്യനായ. അതുകൊണ്ട് നമ്മുടെ യഹോവസാക്ഷിക്കാർ ഇപ്പോഴെങ്ങനെയാ പഠിപ്പിക്കുന്നത്? മനുഷ്യനാ. പുത്രനാര്? വെറും മനുഷ്യൻ. അവൻ മനുഷ്യനല്ല, മനുഷ്യനായതാ. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. മനസ്സിലായോ? വേഷത്തിലാ വന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ ദർശനം കാണുമ്പോൾ അവന്റെ കാൽക്കിൽ എന്ത് ചെയ്യുന്നത്? വേഷത്തിൽ മനുഷ്യനായിട്ട് വന്നതാ. അത് യഹോവസാക്ഷിക്കാരെ, ഈ നിങ്ങൾ പ്രസംഗിക്കുന്ന പോലെ
അവൻ വെറും മനുഷ്യനല്ല. അവരെങ്ങനെയാണ് വിവരിക്കുന്നത്? വെറും മനുഷ്യനാ. യേശു ആരാ? യേശു സകലവും അവൻ്റെ കാൽ കീഴാക്കി കൊടുത്തിരിക്കുക. കീഴാക്കി കൊടുത്തവൻ ഒഴികെ എത്രേ, അല്ലെങ്കിൽ സകലവും ആ വാഴ്ചകൾ, അധികാരങ്ങൾ, ദൂതന്മാരും എല്ലാം ദൈവത്തിനുള്ള ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന സകലവും ദൈവം ആർക്ക് കൊടുത്തിരിക്കുക? പുത്രന് കൊടുത്തിരിക്കുക. അപ്പൊ പുത്രനെ ഭയപ്പെടാത്തവന് ദൈവം ഉണ്ടാവുമോ? ഹല്ലേലൂയ സ്തോത്രം. പുത്രൻ ആരാന്നാണ് നമ്മൾ അറിയുന്നത്. എന്ത് ചെയ്യും? ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഞാൻ വീണ്ടും വരാം. 4-ാം അധ്യായത്തിലേക്ക് വേഗം വന്ന് ഹല്ലേലൂയ സ്തോത്രന്റെ 3 മുതൽ വായിച്ചത്. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നു എങ്കിൽ മറഞ്ഞിരിക്കുന്നു. ഈ സുവിശേഷം ഏത്? പിതാവിനെയും പുത്രനെ കുറിച്ചുള്ള അറിവ് ആർക്കെങ്കിലും മറഞ്ഞിരിക്കുന്നവർ ആരാന്നാ പറഞ്ഞേ? അവര് നശിച്ചു പോകുന്നവരാ. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പറഞ്ഞതല്ല, എൻ്റെ ഇഷ്ടത്തിൽ പറയുന്നതല്ല. ഇതാരെഴുതി വെച്ചേക്കുക? പരിശുദ്ധാത്മാവ് ആരിലൂടെ എഴുതി? പൗലോസിലൂടെ എഴുതി വെച്ചിരിക്കുക. ഇത് മറഞ്ഞിരിക്കുന്നവർക്ക്, അത് നശിച്ചു പോകുന്നവർക്കാണ് ഇത് സത്യം എന്ത് ചെയ്തിരിക്കുന്നത്. പിതാവിനെ പുത്രനെ കുറിച്ചുള്ള യേശു നാമക്കാർ ആരാന്നുള്ളത് മറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അത് ആരാ? നശിച്ചു പോകുന്നവർക്കാണ്. വായിക്കും. ദൈവത്തിന്റെ പ്രതിമയാണ് ക്രിസ്തു. മനസ്സിലാകുന്നുണ്ടോ? ദൈവമല്ല, അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന ദൈവത്തിന്റെ പ്രതിമയായ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം. അപ്പൊ ഈ ലോകത്തിലൊരു ദൈവം ഉണ്ടല്ലേ? ഈ ലോകത്തിന്റെ ദൈവം ആരാ? ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശു. അവൻ ആരാ? ഏത് പേരല്ല അവന് ഇരിക്കുന്നത്? അവന് യേശു എന്നവരല്ല. അതാ ഞാൻ പറഞ്ഞു, എപ്പോഴും അവൻ ക്രൂശി കിടക്കുകയാണ്. അവൻ മനുഷ്യനായിട്ടിരിക്കുന്നത് ആറിപ്പൊക്കെയുള്ള മനുഷ്യനായിട്ടാണ് ബന്ധുക്കാരും കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നത്. ചിലരൊക്കെ കണ്ടില്ലേ, ആടിനെ തോളയിട്ടോണ്ട് വരുന്നതൊക്കെ ഞങ്ങൾ കണ്ടെന്ന് ദർശനം. ഏതേശു അത്? പൗലോസ് പറയാണ് ഞങ്ങൾ. പിന്നെ വേറെ ചിലരോട് ആണിപ്പഴുതേറ്റ ഒരു കരം എന്ത് ചെയ്തു? പൊങ്ങുന്നു. അല്ലെങ്കിൽ ഒരിടയ്ക്ക് അല്ലെങ്കിൽ പല ദർശനം കാണിച്ചുണ്ട് കുറെ പേര്. സഭയിലെ പാഷ എഴുന്നേറ്റ് ചോദിക്കും, നിങ്ങൾ ആരെങ്കിലും ദർശനം കണ്ടോ? അന്നേരം പറയുന്ന ഒരു ആണിപ്പഴുതേറ്റ കര എൻ്റെ നേരെ വന്നു. അല്ലെങ്കിൽ സ്തോത്രം. ഇപ്പൊ ആണിക്കയ്യുമായിട്ടാണ് ഇരിക്കുന്നത് ഇപ്പൊ. അല്ലെങ്കിൽ സ്തോത്രം. കർത്താവ് എങ്ങനെയാണെന്ന് പറഞ്ഞേ? കർത്താവ് ആത്മാവാകുന്നു. അല്ലെങ്കിൽ സ്തോത്രം. അപ്പോ അല്ലെങ്കിൽ സ്തോത്രം. ഇതെല്ലാം എങ്ങനെയുള്ളതാ? ഈ ലോകത്തിന്റെ ദൈവമാണ് ഇതൊക്കെ കാണിക്കുന്നത്. ആര് കാണിക്കുന്നത്? അത് ഈ ലോകത്തിന്റെ ദൈവം. വായിക്കും. ആരുടെ മനസ്സാ കുരുടാക്കുന്നത്? അവിശ്വാസികൾ. ദൈവത്തെ വിശ്വസിക്കുന്നില്ല, വചനത്തെ വിശ്വസിക്കാത്തവരൊക്കെ ആരാ? ഈ വചനത്തെ വേണം വിശ്വസിക്കാൻ. ഇത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ലെറ്റർ അല്ലേ? ഈ ലെറ്റർ വായിച്ചു നോക്കിയാൽ അറിയാത്തിനകത്ത് ദൈവം ആരാണ്, പുത്രനാരെന്ത്. എങ്ങനെ വായിക്കണം? എങ്ങനെ വായിക്കണം? ബെരോവക്കാരെ പോലെ വായിക്കണം. തെസലോനിക്കക്കാരെക്കാട്ടിലും അവരെങ്ങനെയായിരുന്നു? ഉത്തമന്മാരായിരുന്നു. അവർ വായിക്കുക മാത്രം ചെയ്യാതെ അങ്ങനെ തന്നെയൊന്ന് തിരുവെഴുത്തുകൾ എന്ത് ചെയ്യും? ആരെങ്കിലും പ്രസംഗിച്ചു കഴിഞ്ഞാൽ കേട്ടിട്ട് പോവില്ല. തിരുവെഴുത്തിൽ അങ്ങനെ ഉണ്ടോന്ന് അവർ ദിനം പ്രതി പരിശോധിച്ചുകൊണ്ടിരുന്നു. വായിക്കും. ഞങ്ങളെ തന്നെയല്ല. അവരെങ്ങനെ പ്രസംഗിച്ചത്? ഞങ്ങളെ തന്നെയല്ല, ക്രിസ്തേശുവിനെ കർത്താവെന്നും ഞങ്ങളെയോ ഞങ്ങൾ കർത്താവായിട്ടാണ് പ്രസംഗിച്ചത്. ഞങ്ങൾ കർത്താവാണെന്ന് പറഞ്ഞു. ഇന്ന് അനേകരാരാ? പിതാവാണ്, പിന്നെ സെൻട്രൽ പാസ്റ്റർ, പിന്നെ അതിന്റെ മുകളിൽ അല്ലേ ഡിസ്ട്രിക്ട് പാസ്റ്റർ, എല്ലാ പാസ്റ്ററുമായിട്ട് എന്ത് ചെയ്തിരിക്കുക? ഞങ്ങൾ ഓവർസീർ, പിന്നെ പ്രസിഡന്റ്. കർത്താവ് ബൈബിളിൽ എന്താ പറഞ്ഞത്? നിങ്ങളെല്ലാവരും എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞേ? സഹോദരന്മാരായിരിക്കണം എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ സ്തോത്രം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പോലും സഹോദരന്മാരെ എന്ന് വിളിച്ചേക്കുന്നത്. പൗലോസിനെയും പത്രോസ് എങ്ങനെ വിളിച്ചേക്കുന്നത്? സഹോദരാന്നാ വിളിച്ചേക്കുന്നത്. അപ്പോൾ സഹോദരന്മാരായിരിക്കുന്ന ഇവരിപ്പോ എങ്ങനെയായി തീർന്നു? അവരെങ്ങനെ പ്രസംഗിച്ചേ? ഞങ്ങളെ നിങ്ങളുടെ ദാസന്മാരെന്നും യേശുവിനെ എങ്ങനെയാ പ്രസംഗിച്ചേ? കർത്താവെന്നും. വായിക്കും. ഇരുട്ടിൽ നിന്ന്. എവിടെയാ ഇരുട്ട്? ഇരുട്ടാരാ? ഇരുളിന്റെ പ്രവൃത്തി. സാത്താൻ ഇരുട്ടാകുന്നു. അവന്റെ പ്രവൃത്തിയാണ് ഇരുളിന്റെ പ്രവൃത്തി. അപ്പൊ ഇരുട്ടിൽ നിന്ന് എന്ത് പ്രകാശിക്കണം? ആ ഇരുട്ടാകുന്ന പാപത്തിൽ നിന്ന് ദൈവത്തിന്റെ പുത്രൻ എന്ത് ചെയ്യണം? വെളിച്ചമാകുന്ന ക്രിസ്തു എന്ത് ചെയ്യണം? പ്രകാശിക്കണം. നിങ്ങളുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യണം? പ്രകാശിക്കണം. വായിക്കും. കണ്ട, യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ളത് ആരുടെ തേജസ്സാ? ഇവരെല്ലാം പഠിപ്പിക്കുന്നതാണെങ്കിൽ യേശു എങ്ങനെയുള്ളവനാ? ഈ ശുശ്രൂഷ എങ്ങനെയാണെന്നാ നമ്മളിപ്പം വായിച്ചത്. തേജസ്സേറിയതാന്നാ പഠിച്ചത് അല്ലേ? പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ എങ്ങനെയുള്ളതാ? തേജസ്സേറിയതാ. അപ്പൊ ഈ തേജസ്സേറിയ ശുശ്രൂഷ എവിടെ നിന്ന് കിട്ടിയതാ? പുത്രനിൽ നിന്നാ കിട്ടിയത്. പുത്രൻ എവിടെ നിന്നാ കിട്ടിയത്? അതാണ് ഉന്നതന്റെ മേൽ ഒരു ഉന്നതനും അവന്റെ മേൽ ആരുണ്ട്? അത്യുന്നതനും ജാഗരിക്കുന്നു അല്ലേ? അപ്പൊ ഈ തേജസ് എവിടെ നിന്നാ നമുക്ക് കിട്ടുന്നത്? കർത്താവിൽ നിന്നുണ്ട്. ഞാൻ അതാണ് പൗലോസ് പറഞ്ഞ, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു. അപ്പൊ കർത്താവിൽ നിന്നാണ് ആർക്ക് കിട്ടുന്ന തേജസ്?
നമുക്ക് ഈ കർത്താവിനെ എവിടെ നിന്നാണ് കിട്ടിയത്? അപ്പൊ മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ തേജസ്സാ. അതുകൊണ്ടാണ് കീഴാക്കി കൊടുത്തവൻ ഒഴികെ എത്ര സകലവും ആർക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു? പുത്രന് കീഴ്പ്പെടുത്തി കൊടുത്തു. ആ പുത്രനെ ഭയപ്പെടാത്തവന് ദൈവമില്ല. പുത്രനെ വിളിക്കുന്നവന് ദൈവമുണ്ട്. യേശുവിന്റെ നാമം പറയുമ്പോൾ അവിടെ ആരുണ്ട്? ദൈവമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. വെറും യേശുനാമം എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നത് എങ്ങനെ ഉണ്ടാകണം? വിശ്വാസം എങ്ങനെയായിരിക്കണം? പിതാവും പുത്രനും ഉണ്ടെന്നുള്ള വിശ്വാസം. പിതാവും പുത്രനും ഉണ്ട് എന്നുള്ള വിശ്വാസമുള്ളവർക്ക്. അല്ലാതെ മറ്റൊരു യേശുവിനെ പ്രസംഗം യേശു പറയും, കർത്താവേ ഞാൻ നിന്റെ നാമത്തിൽ അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നവർ യേശു പറയും ഞാൻ നിന്നെ ഒരു നാൾ അറിയുന്നില്ലെന്ന് പറയും. നാമത്തിൽ അത്ഭുതങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം ഹല്ലേലൂയ, സ്തോത്രം. എല്ലാ സഭകളിലും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അവർ യേശുവിൻ്റെ നാമം പറയുന്നുണ്ട്, അവിടെ ചില അത്ഭുതങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ യേശു കർത്താവ് എന്ത് പറയും? നാമത്തെ ഞാൻ നിന്നെ അറിയുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്. മോശ പറഞ്ഞത് ഞാൻ പഠിപ്പിച്ചു തരാം. മോശ എങ്ങനെ പറഞ്ഞേ? എന്നെപ്പോലെ ഒരു പ്രവാചകനെ ജനത്തിന്റെ ഇടയിൽ നിന്ന് ദൈവം നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. എന്നെപ്പോലെ. മോശയിൽ എങ്ങനെയാ ദൈവദേശത്ത് വെളിപ്പെട്ടത്? കൽപ്പന മേടിക്കാൻ പോയപ്പോൾ അവന്റെ മുഖം എന്ത് ചെയ്തു? അവന്റെ ത്വക്ക് പ്രകാശിച്ചിട്ട് എന്ത് ചെയ്തു? ഇസ്രായേൽ ജനമൊക്കെ അവന് നോക്കാതെ മൂടുപടം ഇട്ടു. അത് അക്ഷരത്തിന്റെ ശുശ്രൂഷ, ആത്മാവിന്റെ ശുശ്രൂഷ, ദൈവത്തിന്റെ തേജസ്. ഇപ്പൊ അവൻ ആരെടുത്ത മോശ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തോട് സംസാരിച്ചു, ദൈവവുമായിട്ട് അഭിമുഖമായിട്ട് സംസാരിച്ചു. എന്നിട്ട് മോശ പറയും എന്നെപ്പോലെ ഒരു പ്രവാചകൻ. ഇപ്പൊ ഇതിൽ യേശു എവിടെയായിരിക്കുന്നത്? ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നവന്റെ മുഖത്ത് ഏത് തേജസ്സാ പ്രകാശിക്കുന്നത്? കണ്ടോ? ജീവനുള്ള ദൈവത്തിന്റെ. അപ്പൊ മോശ പറഞ്ഞത് കറക്റ്റ് അല്ലേ? എന്നെപ്പോലെ ഒരു പ്രവാചകൻ. മോശയുടെ മുഖത്ത് എന്തുണ്ടായി? ദൈവ തേജസ് ഉണ്ടായി. ഇവിടെ പറയുന്നത് പുത്രനിൽ ഏത് തേജസ്സാ വന്നേക്കുന്നത്? ഇതൊക്കെ തിരിച്ചറിയണം. അല്ല, തിരിച്ചറിയാതെ പുത്രനാരാ പിതാവ് ആരാന്ന് അറിയാതെ നീ എത്ര തുള്ളിയാലും എത്ര അന്യഭാഷയല്ല, അത് അന്യഭാഷയല്ല അവർ പഠിപ്പിക്കുന്നതും പറയുന്നതൊക്കെ. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് അന്യഭാഷയല്ല അവർ. ഹല്ലേലൂയ, സ്തോത്രം. അവർ തുള്ളുന്നതും ചാടുന്നതൊക്കെ ബാലിന്റെ പ്രവാചകന്മാർ എന്ത് ചെയ്തു? ഉച്ച വരെ എന്ത് ചെയ്തു? തുള്ളിയത്. ഹല്ലേലൂയ. ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് എങ്ങനെയുള്ളതാണ്? ഹല്ലേലൂയ, അത് പരിജ്ഞാനത്തിന്റെ ആത്മാവാണ്, വിവേകത്തിന്റെ ആത്മാവാണ്, സമാധാനത്തിന്റെ ആത്മാവ്. സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴിൽ എന്ത് ചെയ്യും? ചതച്ചേരിച്ചു. അതുകൊണ്ട് യേശുവിന്റെ നാമം പറയുമ്പോൾ സാത്താൻ എന്ത് ചെയ്യുന്നത്? വീണു പോകുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്നിടത്തൊക്കെ യേശുവിന്റെ നാമത്തിലാണ് ദൈവം എന്ത് ചെയ്യുന്നത്? അത്ഭുതം ചെയ്യുന്നത്. അത് യേശുവിന്റെ നാമം പറയുമ്പോൾ ആ നാമത്തിലിരിക്കുന്ന തേജസ് ആരുടെയാ? ദൈവത്തിന്റെ തേജസ് ആരുടെ മുഖത്ത് വന്നിരിക്കുക? കർത്താവിനെ. അപ്പൊ കർത്താവില്ലാത്ത ഒരു പിതാവില്ല. കർത്താവിനെ വിട്ട് പിതാവിനെ വിളിച്ചാൽ പിതാവ് കേൾക്കത്തുമില്ല. ഇപ്പൊ മനസ്സിലാകുന്നുണ്ടോ? യേശു ഇല്ലാത്തവൻ എന്തില്ല? അപ്പൊ യേശു നാമക്കാരൻ ഉള്ളി ജീസസ് എന്ന് പറയുന്നവർക്ക് ആരില്ല? ഈ പിതാവ് തന്നെയാ പുത്രൻ എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നവർക്ക് ആരില്ല? ദൈവമില്ല. ദൈവം എപ്പോഴും ദൈവം തന്നെയാണ്. അവനെ കുറിച്ച് എഴുതിയിരിക്കുന്ന താൻ മാത്രം അമർത്യതയുള്ള, മൃത്യുവില്ല, മരണമില്ലാത്തവനാണ് ദൈവം. ദൈവത്തിന് എന്ത് ചെയ്യില്ല ഒരിക്കലും. യേശു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? മരിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. വായിച്ചാട്ടെ. പരിജ്ഞാനം വിളങ്ങേണ്ടത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. എങ്ങനെയാ പ്രകാശിച്ചത്? താഴ്ത്ത് വായിച്ചേ. എങ്കിലും കണ്ടോ, ഞങ്ങൾ വന്ന് അവന്റെ അടുക്കൽ എന്ത് ചെയ്യും? വസിക്കും. പിതാവും പുത്രനും ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വരുവാൻ എന്ത് ചെയ്യില്ല? വഴി ഒരുക്കി തരുമാറാട്ടെ. എങ്കിലും ഈ അത്യന്ത ശക്തി, ഏതാ അത്യന്ത ശക്തി? അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തേശുവിൽ നിങ്ങൾക്ക് വരേണ്ടത് തന്നെ. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തേശുവിലാണ് വരുന്നത്. അപ്പൊ എങ്കിലും ഈ അത്യന്ത ശക്തി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശക്തിയും യേശു ആരാന്ന് പറഞ്ഞേ? കർത്താവ് ആത്മാവ് വന്നു. ഈ അത് ഞങ്ങൾ വന്ന് ഒന്നിച്ചുള്ള ശക്തി കണ്ടോ? എങ്കിലും ഈ അത്യന്ത ശക്തി മനസ്സിലാവുന്നുണ്ടോ? മോശ ഇരുന്ന് ജനത്തെ ന്യായം വിധിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും മോശയുടെ അമ്മായിപ്പം വന്നിട്ട് പറഞ്ഞു, നീ രാവിലെ തൊട്ട് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടരുത്, നിന്നിലുള്ളത് എന്ത് ചെയ്യണം? നീ കുറെ പേർക്ക് എന്ത് ചെയ്യണം? അതല്ലേ പകർന്നു കൊടുക്കണം. മോശയിൽ നിന്നുള്ള ആ ആത്മാവിനെ എന്ത് ചെയ്തു? പകർന്നു കൊടുത്തു. അതല്ലേ ആ സ്തോത്രം. അപ്പൊ മോശയിൽ നിന്നുള്ള ആത്മാവിലൂടെ അവരും എന്ത് ചെയ്തു? മോശയിൽ നിന്നുള്ള ദൈവശക്തിയിലൂടെ എന്ത് ചെയ്തു? ഏലിയാവിനുള്ള ദൈവശക്തി ഇരട്ടിയായിട്ട് വേണമെന്ന് ആര് പറഞ്ഞു? ഏലിശ പറഞ്ഞു. ഏലിയാവിന്റെ ആത്മാവെന്ന് പറഞ്ഞ ഏലിയാവിന്റെ ദൈവം അല്ലെങ്കിൽ ഏലിയാവിന്റെ ദൈവത്തിന്റെ ശക്തി എനിക്കെന്ത് വേണം? ഇരട്ടിയായിട്ട് വേണമെന്ന് പറഞ്ഞത് ചെയ്തു. ഏലിയാവിനെ എടുക്കുന്നത് കണ്ടാൽ നിനക്ക് കിട്ടുമെന്നാ പറഞ്ഞല്ലേ? അപ്പൊ ആ ചുഴലിക്കാറ്റിൽ ഏലിയാവിനെ എടുക്കുന്നത് ഇവൻ എന്ത് ചെയ്തു? കണ്ടതുകൊണ്ട് അവൻ എന്ത് കിട്ടി? ഇരട്ടി എന്ത് ചെയ്തു? ബലം ദൈവം എന്ത് ചെയ്തു? കൊടുത്തു. അപ്പൊ എങ്കിൽ എന്നിട്ട് പറയാണ്, പൗലോസ് പറയാണ്, മുഖത്തിലുള്ള തേജസ്സിൽ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. എന്നിട്ട് പറയാണ് എങ്കിലും ഈ അത്യന്ത ശക്തി. അപ്പൊ ഹൃദയങ്ങളിൽ പ്രകാശിക്കുന്ന എന്താ? ദൈവത്തിന്റെ അത്യന്ത ശക്തി. ആ ഏത് അത്യന്ത ശക്തി?
നാമം, യേശുവിന്റെ നാമം പറയുമ്പോൾ അവിടെ എന്തുണ്ട്? ഈ അത്യന്ത ശക്തി. യേശുവിന്റെ നാമം പറയുമ്പോൾ പിതാവ് പുത്രനും ഒന്നായി നമ്മൾ എന്ത് ചെയ്യാം? അപ്പൊ മനസ്സിലാവുന്നുണ്ടോ ശക്തി ഏതാണ്? ആ നാമത്തിലാണ്. സ്വർഗത്തിലും ഭൂമിക്ക് സകല അധികാരവും എന്ത് ചെയ്തിരിക്കുന്നു? ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ നാമത്തിലായിരിക്കുന്നത്. മനസ്സിലായോ? നമുക്ക് എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങൾക്ക് സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിധി മൺപാത്രങ്ങളിൽ എവിടെയാ? ഹൃദയത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? ആകുന്നു. എന്ത് ചെയ്തിരിക്കുന്നത്? തന്നിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എങ്കിലും എന്നിട്ട് വായിച്ചോ, താഴ് വായിച്ചോ. ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും എന്ത് ചെയ്യുന്നില്ല. അതാ ദൈവവേലക്കാർക്ക് ബുദ്ധിമുട്ടും ഇടുക്കവും ഒക്കെ ഉണ്ടാകും. എന്തിനാ? അനേകരെ സമ്പന്നരാക്കാൻ വേണ്ടിയാ. വായിക്കേ. വീട് കിടക്കുന്നവരെങ്കിലും എന്ത് ചെയ്യുന്നില്ല, നശിച്ചു പോകുന്നില്ല. കേട്ടോണം, യേശുവിന്റെ ജീവൻ എപ്പോഴാണ് വെളിപ്പെടേണ്ടത്? യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് എന്ത്? യേശുവിന്റെ ജീവൻ കിട്ടണമെങ്കിൽ എന്ത് വരണം? യേശുവിന്റെ മരണം വരണം. യേശുവിന്റെ മരണം എങ്ങനെയുള്ളത്? സുഖകരമായ മരണമായിരുന്നു. യേശുവിന്റെ മരണം എങ്ങനെയുള്ളതായിരുന്നു? നല്ല സുഖത്തിലുള്ള മരണമായിരുന്നു. യേശു മരണം ആസ്വദിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? ബൈബിളിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത്? യേശു മരണം ആസ്വദിച്ചു. ഒരു ചായയൊക്കെ കുടിക്കുമ്പോൾ നമ്മൾ ആസ്വദിച്ച് കുടിക്കും, നല്ല ചായ എന്ന് പറഞ്ഞല്ലേ? അപ്പൊ യേശു മരണത്തെ ആസ്വദിച്ചു. എന്തിനാ ആസ്വദിച്ചേ? ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും അനേകത്തെ ദൈവം അവന് മക്കളാക്കി കൊടുക്കുന്നത് അത് നിമിത്തം ഈ മരണത്തെ അവൻ എന്ത് ചെയ്തു? ഈ ക്രൂശ് മരണത്തെ അവൻ എന്ത് ചെയ്തു? ആസ്വദിച്ചു. ഇവിടെ പൗലോസ് പറയാണ്, യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ മധ്യ ശരീരത്തിൽ വരേണ്ടതിന് യേശുവിന്റെ മരണം ഞങ്ങളുടെ ശരീരത്തിൽ എപ്പോഴും എന്ത് ചെയ്യുന്നു? വഹിക്കുന്നു. യേശുവിന്റെ മരണം വന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ജീവൻ വരാൻ പറ്റുള്ളൂ. അപ്പം ജീവിച്ചാലും മരിച്ചാലും നമുക്ക് ആർക്കുള്ളവരാ? ക്രിസ്തുവിനുള്ളവരാ. മനസ്സിലാവുന്നുണ്ടോ? ഇത്ര പഠിപ്പിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ? ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ എന്ത് ചെയ്തിരിക്കുക? 4 വായിച്ച 1 മുതൽ ലഭിച്ചിരിക്കാൻ ഉണ്ടാകിയാൽ ഞങ്ങൾ എന്ത് ചെയ്യരുത്? അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ എന്ത് ചെയ്യും? ഉപായം പ്രയോഗിക്കാതെ എന്ത് ചെയ്യണം? സത്യം എന്ത് ചെയ്യണം? എന്തിനാ ഈ സത്യം പ്രസംഗിക്കുന്നത്? യേശുവിന്റെ ജീവൻ നമ്മളിൽ എന്ത് ചെയ്യണം? വരണം. അതിനായിട്ട് യേശുവിന്റെ മരണം നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഹല്ലേലൂയ, സ്തോത്രം. എപ്പോഴും ശരീരത്തിൽ വഹിച്ചുകൊണ്ടിരിക്കുക. യേശുവിന്റെ മരണമാണ് നമ്മുടെ ശരീരത്തിൽ. അതുകൊണ്ടാണ് ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിക്കുന്നെങ്കിൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്ത് ചെയ്യണം? ഏതാ മരണം? ക്രൂശ് മരണം. എന്ത് ക്രൂശ്? കഷ്ടതയാകുന്ന ക്രൂശ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്ന് പൗലോസ് എന്ത് ചെയ്തത്? എല്ലാ സഭയ്ക്കും ലേഖനം എഴുതി പറയുമ്പോൾ നിങ്ങൾക്ക് കഷ്ടം വരുമെന്ന് എന്ത് ചെയ്തു? ഇപ്പൊ ബന്ധക്കോസിലൊക്കെ ഓരോരുത്തർ വരുന്ന എന്തിനാ? സുഖം അനുഭവിക്കാനാണ്. ഹല്ലേലൂയ, സ്തോത്രം. സുഖം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഏത് ദൈവത്തെ അവർ ആരാധിക്കുന്നത്? മറ്റൊരു യേശുവിനെ ആരാധിക്കുന്നതുകൊണ്ട് അവന് സുഖമൊക്കെ കിട്ടും. പക്ഷേ യഥാർത്ഥ ദൈവ മക്കൾക്ക് എന്തുണ്ടാവും? ഹല്ലേലൂയ, സ്തോത്രം. കഷ്ടതയാണ്. കഷ്ടത്തിലൂടെ അവർ എന്ത് നേടും? നിത്യജീവനെ നേടും. ക്രിസ്തുവിന്റെ ജീവനെ നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ വഹിക്കേണ്ടത് നമ്മൾക്ക് എപ്പോഴും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അതിലെ ക്രിസ്തുവിന്റെ മരണം നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ആസ്വദിക്കണം. അതിലെ മരിച്ചാലും ജീവിച്ചാലും നമ്മൾ ആർക്ക് വേണ്ടുള്ളവരെ മരിച്ചാൽ മാത്രം ഈ മർദ്യമാകുന്ന ശരീരം, ഈ വിത്ത് നമ്മൾ എന്ത് ചെയ്യണം? കുഴിച്ചിടണം. കുഴിച്ചിട്ടാലേ എന്ത് ചെയ്യുള്ളൂ? ജീവനാകുന്ന ശരീരം എന്ത് ചെയ്യുള്ളൂ? യേശു എങ്ങനെയായി മാറി? മർദ്യ ശരീരമായിരുന്നു യേശു ഇപ്പൊ എങ്ങനെയായി മാറി? ആത്മാവായിട്ട് മാറിയില്ലേ? കർത്താവ് ആത്മാവാണ്. കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് എന്തുണ്ട്? വിടുതലുണ്ട്. അതുകൊണ്ടാണ് യേശുവിന്റെ നാമം പറയുമ്പോൾ അവിടെ എന്തുണ്ട്? 2-3 പേർ കർത്താവിന്റെ നാമത്തിൽ കൂടുന്നിടത്ത് യേശു എങ്ങനെയാ വരുന്നത്? ആത്മാവായിട്ട് വരുന്നിടത്ത് യേശുവിൻ്റെ കൂടെ ആരുണ്ട്? അപ്പൊ പിതാവും പുത്രനും എങ്ങനെയാ വരുന്നത് നമ്മളിൽ? അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞങ്ങൾ വന്ന് അവരിൽ എന്ത് ചെയ്യും? വസിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ദൈവം തന്റെ പുത്രനുമായി എന്ത് ചെയ്യുക? നമ്മളിൽ വസിച്ച് വഴി ഇതാകുന്നു എന്ന് പറഞ്ഞ്, അതുകൊണ്ടാണ് അക്ഷരത്തിന്റെ ശുശ്രൂഷ എന്ത് ചെയ്തോളൂ? കൊന്നുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിന്റെ ശുശ്രൂഷ ആ പാവത്തെ, ആ കൊല്ലുന്ന പാവത്തെ ചെയ്യിക്കാതെ കൊണ്ട് നമ്മളെ എന്ത് ചെയ്യുന്നു? വഴിതിരിച്ച് മകനെ വഴി ഇതിരെയാന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു? ദൈവം നമ്മളെ നടത്തുന്നു. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഇന്ന് വിശുദ്ധ പോൽക്കാലം സ്വർഗത്തിലെ പിതാവേ, സത്യത്തെക്കുറിച്ച് കർത്താവെ നീ ഞങ്ങളെ ഹല്ലേലൂയ വചനത്തിലൂടെ സംസാരിച്ചു കൊടുത്ത സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ, അതുകൊണ്ട് കർത്താവെ നിന്റെ വചനത്തോട് കൂട്ടുചേർക്കാതെ ഉപായം പ്രയോഗിക്കാതെ കർത്താവെ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത ദൈവത്തിന് കൊള്ളാവുന്ന വേലക്കാരെ നീപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ കേട്ട ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കണം.
ദൈവമേ ഹാലലൂയ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭവനങ്ങളെ ദൈവം അനുഗ്രഹിക്കണം കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ. ദൈവമേ ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ വചനം കേൾക്കുമ്പോൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അവർ വിടുവിക്കപ്പെടണം, അവരുടെ കുടുംബം വിടുവിക്കപ്പെടണം, അവരുടെ ജോലി കർത്താവെ ഹാലലൂയ സ്തോത്രം എല്ലാത്തിനും പേര് ദൈവത്തിൻ്റെ കരമുണ്ടാകണം കർത്താവെ. അതിൽ ജോലി നഷ്ടപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്നവരുടെ ഭവനങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കര ഇറങ്ങി കർത്താവെ ഹാലലൂയ. ദൈവമേ തെറ്റ് ചെയ്യാതെ ജോലി പോയി കർത്താവെ ഹാലലൂയ ഭാരത്തോടെ ഇരിക്കുന്നവരുടെ മേലെല്ലാം